നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലേ, വി.ഡി. സതീശൻ പച്ചത്തൊപ്പി അണിഞ്ഞ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണെന്നാണ് ഇന്നലെ വന്ന് ഏതാണ്ടൊക്കെ സോഷ്യൽ മീഡിയ വന്ന കമന്റ്. പച്ചത്തൊപ്പി വെച്ച കോൺഗ്രസ് മുഖ്യമന്ത്രി. അങ്ങനെ വരുമ്പോൾ വി.ഡി. സതീശൻ്റെ ആ ഒരു നീക്കം, സതീശൻ എങ്ങനെ മുഖ്യമന്ത്രിയായി, സതീശനെ ആരാണ്, ഘടകകക്ഷികളിൽ ആരാണ് സതീശനെ ഉയർത്തിക്കൊണ്ടുവന്നത്? അപ്പോൾ ഈ സതീശൻ്റെ ഈ വളർച്ച സ്വാഭാവികമായിട്ടും വി.ഡി. സതീശൻ വളരുന്നതിനൊപ്പം ഇനി 5 വർഷം കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളും വളരും. പക്ഷേ ഏത് പ്രവർത്തിക്കും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇടതു മുന്നണിയല്ല, LDF അല്ല, തകർന്നടിഞ്ഞു പോയ LDF അല്ല ഈ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി കയറി വരുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ശക്തി പ്രാപിക്കുക BJP ആകും. 3 MLA-മാരുണ്ട്. ശരിക്കും പ്രധാന പ്രതിപക്ഷം ഞങ്ങളാണെന്ന് ഈ 3 പേർക്ക് തെളിയിക്കാനാകും. എന്തെല്ലാം വഴികളിലൂടെയാണ് ഈ BJP-യുടെ വളർച്ച ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ വി.ഡി. സതീശൻ്റെ വിജയത്തെക്കുറിച്ചൊന്ന് പറയാം. അത് ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാലം പിറകോട്ട് പോയിട്ട് ആലോചിക്കേണ്ടതുണ്ട്. അതായത് മാധ്യമം ദിനപത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ ദിനപത്രമാണ്. ഈ ദിനപത്രം തുടങ്ങിയ കാലഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത് പരിസ്ഥിതി പ്രേമം, അങ്ങനെ സാമൂഹ്യ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ സാമൂഹ്യ വിഷയവും പരിസ്ഥിതി പ്രേമവും ഒക്കെ പുറത്തു കാണിക്കുകയും ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ എഡിറ്റോറിയലുകളിൽ വിഷം കുത്തി നിറച്ചവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്ത് കേരളത്തിലെ പൊതുസമൂഹം ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെയായിരുന്നു, അതേ പാറ്റേണാണ് വി.ഡി. സതീശൻ തുടർന്നത്. വി.ഡി. സതീശൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഹരിത MLA-മാരെന്ന് പറഞ്ഞുകൊണ്ടൊരു സെപ്പറേറ്റ് വിങ് ഉണ്ടാക്കി പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് വരുത്തി തീർത്ത് കുറച്ച് MLA-മാരുടെ ഒരു ഗണം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും രമേശ് ചെന്നിത്തല, ആലോചിച്ച് നോക്കണം, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരുപാട് വിവാദങ്ങളുണ്ട്. സ്പ്രിംഗ്ലർ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് സമൂഹത്തിന് മുന്നിൽ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അന്ന് ഒരാൾ പോലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനില്ലാതെ അദ്ദേഹത്തെ ഒരു മോശം പ്രതിപക്ഷ നേതാവാക്കി ചിത്രീകരിക്കാനോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വിലയില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കാനോ ഉള്ള ശ്രമങ്ങളുണ്ട്. ഇത് നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് ആരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അന്ന് എത്ര അഴിമതികൾ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവന്നു. ആലോചിച്ച് നോക്കൂ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് തെളിവ് സഹിതം കൊണ്ടുവന്നു. ആ സ്പ്രിംഗ്ലറൊക്കെ കത്തി അത്രയും വന്നിട്ട് പോലും അദ്ദേഹത്തിനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാനോ അന്ന് മുഴുവൻ ഈ യുവ MLA-മാരെല്ലാം തന്നെ സതീശനോടൊപ്പമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ കൃത്യമായി കഴിഞ്ഞ 10-15 വർഷമായി കളമറിഞ്ഞ് കളിച്ച് ഏതാണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിശീലനം കിട്ടിയതുപോലെ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പയറ്റിയ അതേ വഴികളിലൂടെ പയറ്റി കയറി വന്നിരിക്കുകയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും സവിശേഷമായൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. പക്ഷേ അത് ആലോചിച്ച് നോക്കണം, സമ്മർദ്ദം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമേ അല്ല. അതായത് മുസ്ലിം ലീഗ് ഇല്ലാതെ പോലും, മുസ്ലിം ലീഗ് ഇനി പോയാലും മുസ്ലിം ലീഗ് ഇല്ലാതെയും പോലും ഈ ഭരണത്തിൽ ഭരിക്കാവുന്ന മാൻഡേറ്റ് കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ട് പോലും മുസ്ലിം ലീഗിനൊപ്പം നിന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഒരു പക്ഷേ AICC-യിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിലേക്ക്, അവിടെയുള്ള നേതാക്കന്മാരെ, ദേശീയ നേതാക്കന്മാരെ അടിച്ചു താഴ്ത്തുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ ആലോചിച്ച് നോക്കൂ. കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാലിന് കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്നാണ്. അത് BJP-യിലുണ്ട് കേട്ടോ. അങ്ങനെ ചിലർ കേന്ദ്രത്തിന്റെ ഭാഗമായി എവിടെയെങ്കിലുമൊക്കെ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ നേതാക്കന്മാർ, പക്ഷേ കേരളത്തിലെ ആൾക്കാരായിരിക്കും. ബാലശങ്കറിന് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അത് BJP-ക്ക് കൊണ്ട് അത്തരത്തിലുള്ള സൂക്കേടുകൾ. ഒരു ആയുഷ്കാലം മുഴുവൻ അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. പക്ഷേ അദ്ദേഹം കേരളത്തിലേക്ക് ഒരു മത്സര രംഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ അല്ല പ്രവർത്തിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന സാഹചര്യം. അതുപോലെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ സംഭവിച്ചിട്ടുള്ളത്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നുള്ള MP-യാണ്. എന്നിട്ടും അദ്ദേഹത്തെ കെട്ടിയിറക്കിയ ആളാക്കി ചിത്രീകരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ചിത്രത്തിലില്ലാത്ത വിധം ഒതുക്കി നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായി തന്നെ വി.ഡി. സതീശൻ കഴിഞ്ഞ 10-15 വർഷമായി ഇതിനുവേണ്ടി പ്രയത്നിക്കുകയായിരുന്നു. ആ പ്രയത്നം ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ KC വേണുഗോപാലിനെയൊക്കെ തകർത്തുകൊണ്ട്, അല്ലെങ്കിൽ അവസാന നിമിഷം വരെ KC വേണുഗോപാൽ എന്ന രീതിയിലേക്ക് നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയ, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ ഭീഷണികൾ, പ്രചരണ ക്യാമ്പയിനുകൾ, ആൾക്കാരെ റോഡിലിറക്കിയുള്ള പ്രകടനങ്ങൾ, മണ്ണെണ്ണ ഒഴിക്കുന്നു ഒരാൾ ദേഹത്ത്, അങ്ങനെ കേരളത്തിൽ മുഴുവൻ ജനഹിതമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് പിറകിലൂടെ കളിക്കാനുള്ള ഒരു ശ്രമം. കോൺഗ്രസിനുള്ളിൽ MLA-മാരും പാർട്ടി നേതാക്കളും, അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ സുധാകരൻ ഇവരാരും മിണ്ടുന്നില്ല. ഇവരൊക്കെ നിശബ്ദനാക്കിക്കൊണ്ടുള്ള തീർച്ചയായും എത്ര പേരായിരുന്നു സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. കെ സുധാകരൻ, അതുപോലെ
പിന്നെ കെ സുധാകരനെ ഒന്ന് മത്സരിപ്പിക്കാൻ പോലും അന്ന് പ്രശ്നമുണ്ടാക്കിയതിന് പിന്നിലെ കാരണം ഇതാണ്. കെ സുധാകരൻ, KC വേണുഗോപാൽ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ, സണ്ണി ജോസഫ് അടക്കം പ്രഗത്ഭരായ ഒരുപിടി നേതാക്കന്മാർ, പ്രവൃത്തി പരിചയമുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി അവരെ ആരും പരിഗണിക്കാതെ VD സതീശൻ എന്ന ഒറ്റ പേരിലേക്ക് എത്തിക്കുന്നതിൽ അവസാന നിമിഷം ഭീഷണിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കേരളത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിലെ അവരുടെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ ഹൈക്കമാൻഡും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പേടിക്കുന്ന ഒരു വലിയ സിറ്റുവേഷൻ ഉണ്ട്. അമേഠി, റായ്ബറേലിയും പോലുള്ള സീറ്റുകൾ പോലും നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ആശ്വാസമായത് ഒരുപക്ഷെ കേരളത്തിലെ വയനാടാണ്. വയനാട് പോലെ കോൺഗ്രസിന് ഇത്രയും സേഫായ ഒരു മണ്ഡലം വേറെയില്ല. മുസ്ലിം ലീഗ് കൂടെയുള്ളിടത്തോളം കാലം വയനാട് സേഫാണ്. മാത്രമല്ല ആ ഒരു അന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞ പ്രസ്താവനയ്ക്കെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ളവർ ഷാഫി പറമ്പിലിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ വന്ന് കുറിമായിച്ച്, രാജ്മോഹൻ ഉണ്ണിത്താൻ അന്നേ നമുക്കറിയാമല്ലോ കുറിമായിച്ചപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വന്ന് എന്തിനാണ് മാത്യു കുഴൽനാടൻ അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് എന്താണ് പിന്നെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ എന്താ അവർക്ക് പറ്റില്ലേ, അവർക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തതെന്നൊക്കെ ചോദിക്കാനുള്ള ആ ഒരു ഉളുപ്പില്ലായ്മയുണ്ടല്ലോ, അത് സഹിച്ചേ പറ്റൂ. ഞാൻ പറയട്ടെ, കേരളത്തിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും ഫലപ്രദമായ മുന്നണി സംവിധാനം കൊണ്ടുവന്നത് NDA ആണ്, BJP ആണ്. BJPയിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വന്ന് സമ്മർദ്ദതന്ത്രമായി നിൽക്കാൻ കഴിയുമോ? അതാണ് യഥാർത്ഥത്തിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ഇപ്പം മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും ഭരിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. മുസ്ലിം ലീഗ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മുസ്ലിം ലീഗ് വളരെ കൃത്യമായി തന്നെ VD സതീശനെ മുന്നോട്ട് വെച്ചിരിക്കുന്നു, അതിൽ വീണിരിക്കുന്നു. ഇത് ഒന്നാം പിണറായി സർക്കാരിൽ രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അന്ന് ഹരിത കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വളരെ തന്ത്രപൂർവ്വം VD സതീശൻ അന്ന് രമേശ് ചെന്നിത്തലയെ വെട്ടി പ്രതിപക്ഷ നേതാവ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് രണ്ടാമത്തെ അടിയാണ്. ചെന്നിത്തല പിന്നെ ഈ ഒരു ഇത്തവണ അദ്ദേഹം മത്സരിച്ചത് തന്നെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചെന്നിത്തല. കാരണം അത്രയും അപമാന ഭാരം അത് സഹിച്ച് ചെന്നിത്തല കഴിഞ്ഞ 5 വർഷം VD സതീശൻ പ്രതിപക്ഷ നേതാവായി ശോഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെന്നിത്തല വളരെ സൈലന്റ്. പക്ഷേ ചെന്നിത്തലയ്ക്ക് 2024 ആ പാർലമെന്റ് ഇലക്ഷനിൽ ഒടുവിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് ചെന്നിത്തലയ്ക്ക് കേരളത്തിലെ മൊത്തം ഇലക്ഷൻ കാര്യ സമിതിയുടെ ചുമതല കൊടുത്തു. നല്ല കഴിഞ്ഞ 10 വർഷമായി ചെന്നിത്തല ഒതുക്കുകയായിരുന്നു എന്നാണ്. ചെന്നിത്തലയ്ക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. പ്രതീക്ഷ ഉണ്ടായിരുന്നു ചെന്നിത്തലയ്ക്ക്. സോണിയാഗാന്ധി പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നതിൽ, തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയാക്കുമെന്ന്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ, ഇനി VD സതീശനെ ആക്കുന്നെങ്കിൽ പോലും ഒരു 2.5 വർഷമെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാമായിരുന്നു. കാരണം വളരെ ചെറുപ്പ കാലഘട്ടം മുതൽ അദ്ദേഹം പ്രവർത്തിച്ച് ഇത്രയും ഹൈക്കമാൻഡ് വിശ്വസ്തൻ എന്ന് പറയുന്നത് ചെന്നിത്തലയായിരുന്നു. ഇന്ന് വരെ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത, അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാക്കാത്ത ഒരാളെന്ന രീതിയിൽ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയെ പരിഗണിക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഒരുപക്ഷെ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഞാനായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലെങ്കിൽ ഞാൻ ഈ 3 പേരെ മാറ്റിയിട്ട് പുറത്തു നിന്നുള്ള വേറെ ഇഷ്ടംപോലെ ആൾക്കാരില്ലേ. ശശി തരൂർ, ശശി തരൂരുണ്ട്, ഇനി അഥവാ K സുധാകരനുണ്ട്, ശശി തരൂരുണ്ട്, K മുരളീധരനുണ്ട്, ഏറ്റവും സർവ്വതായോഗി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. അങ്ങനെ നിരവധി പേരുള്ള ഇടത്താണ് VD സതീശൻ എന്ന ഒറ്റ പേരിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമ്മേ ഞാൻ തോൽക്കും എന്നൊരു മകൾ അമ്മയോട് പറയണം, അമ്മേ എനിക്കിനി ഭാവിയില്ല. സത്യത്തിൽ അമ്മയെ എന്റെ ഭർത്താവ് എന്നോട് ചോദിക്കും, നീ തോറ്റിട്ട് എന്തിനാ വന്നത്, അമ്മ ഞാൻ തോറ്റു പോകും അമ്മേ എന്ന് മകൾ അമ്മയോട് പറയും. അപ്പോൾ അമ്മ മകൻ വിളിച്ചു പറയുന്നു, എടാ വയനാട് അടങ്ങുന്ന കേരളം എന്റെ മകൾക്ക് പ്രിയങ്കയ്ക്ക് മത്സരിച്ച് ഇനിയും ജയിക്കണമെങ്കിൽ വയനാട് തന്നെ വേണം. അങ്ങനെയെങ്കിൽ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ സമുദായമല്ല, മുസ്ലിം ലീഗിന്റെ ആവശ്യം നമ്മൾ കേട്ടേ പറ്റുള്ളൂ. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പിന്നീട് ഈ റോൾ എടുക്കുന്നതും KC വേണുഗോപാലിനെ വിളിച്ച് അനുനയിപ്പിക്കുന്നതും. KCക്ക് നല്ലൊരു പദവി, ഖാർഗെ ഇപ്പോൾ വിരമിക്കുന്നുണ്ട്, ആ പദവി പോലും ഒരു തെരഞ്ഞെടുപ്പില്ലാത്ത അപ്പോഴും യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാകുന്നതും തഴയപ്പെട്ടതും ഒതുക്കപ്പെട്ടത് രമേശ് ചെന്നിത്തലയാണെന്ന് പറയുന്നത് ഒരുപക്ഷെ. അതെ, പക്ഷെ കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ VD സതീശൻ മുഖ്യമന്ത്രി എന്നത് കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, ഇന്നലെ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 5000 പേരെങ്കിലും, ഏറ്റവും കുറഞ്ഞതാണ്, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള അല്ലെ ഹിന്ദു മനസ്സുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ കാര്യങ്ങളെ വിലയിരുത്തുന്ന 5000 വോട്ടെങ്കിലും ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ മനസ്സിൽ മാറിയിട്ടുണ്ടാവും. കാരണം ആ തൊടുപുഴയിലെ ഒറ്റ റാലി അതാണ് അതൊരു തന്ത്രമാണ്. ലീഗിന്റെ നടപടി ഒരു വെറും തന്ത്രമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാലാകാലങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. ഇതാണ് അവലും മലരും കുന്തിരിക്കവും കാത്തുവെച്ചോളൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ, അതായത്
കേരളത്തിൽ ഒരു ഭരണ സംവിധാനത്തിൽ ഇടപെടാൻ തക്കവണ്ണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ ആന്തരിക കാര്യങ്ങൾ ഇടപെടാൻ തക്കവണ്ണം ലീഗ് ഇന്ന് പ്രാപ്തമായിട്ടുണ്ടെങ്കിൽ നാളെ ഈ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഹിന്ദുവിന് ജീവിക്കാൻ കഴിയില്ല എന്ന BJPയുടെ വാദം 100% ശരിയാണ്. ഒരു സംശയമല്ല. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പറയുന്നത് 100% ശരിയാണ്. BJP എങ്ങനെ മുന്നോട്ട് പോകുന്നറിയാം? പിണറായി വിജയൻ അടക്കം പറയാം BJP വർഗീയ പാർട്ടിയാണ്, കാരണം അവർ നിരീശ്വരവാദികളാണ്, അവിശ്വാസികളാണ്. അവർ പറയുന്നത് അവർ വർഗീയ കക്ഷിയല്ല എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഓപ്പണായിട്ട് പറയാം അവർ രഹസ്യമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ SDP-യുടെ ഒക്കെ പിന്തുണ ഇപ്പോഴാണ് വാങ്ങുന്നത്. ഓപ്പണായി ഹിന്ദുത്വം പറയുന്ന, ഹിന്ദു സംസ്കാരത്തിനും ഹിന്ദു ദേശീയതയ്ക്കും വേണ്ടി ഒരു കാലഘട്ടത്തിലും സന്ധി ചെയ്യാത്ത, ഹിന്ദു ദേശീയതയും ഹിന്ദു സാംസ്കാരികതയും പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളും BJPയും ഒക്കെ വർഗീയ പാർട്ടിയാവുകയും മതമാണ് പ്രശ്നമെന്നും ഞങ്ങളുടെ മതക്കാരൻ അവിടെ ആകണമെന്നും ഞങ്ങളുടെ മതക്കാരനെ ആക്കിയില്ലെങ്കിൽ വോട്ട് ചെയ്യില്ല എന്നും പറയുന്ന മുസ്ലിം ലീഗിനെ അവർ വർഗീയമായി കാണാൻ ഉത്തരവാദികളാകുന്നില്ല, അല്ലെ വർഗീയവാദികളായി കാണാൻ ഒരു തരത്തിലും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാകുന്നില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തീർച്ചയായും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട സതീശന് പറയാൻ പറ്റുമോ BJP വർഗീയ കക്ഷിയാണെന്ന്? അതെ ലീഗിന്റെ മടിയിൽ കയറി ഇരുന്നുകൊണ്ട് വി ഡി സതീശന് പറയും. വി ഡി സതീശൻ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റി പറയുന്നത് കുഴപ്പമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ട് പിന്നിൽ ലീഗുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 5 വർഷം വലിയ നിർണായകമായ ഒരു വലിയ പ്രതിസന്ധി കാലഘട്ടം തന്നെയായിരിക്കും. 5 വർഷത്തേക്ക് മുഖ്യമന്ത്രിയായി തുടരുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വളർത്താൻ പര്യാപ്തമായ രീതിയിലേക്ക് മാറുമെന്നുള്ളത്. സതീശൻ 5 കൊല്ലവും ഇതേപോലെ കരുത്തോടെ മുസ്ലിം പ്രീണനം തുടർന്നു കഴിഞ്ഞാൽ ഇതേപോലെ കരുത്തോടെ ഭരിക്കണമെങ്കിൽ BJP പ്രധാന പ്രതിപക്ഷ കക്ഷിയെ കണ്ട് അവരുടെ വളർച്ചയ്ക്ക് തടയിടാനാകണം. കാരണം മുമ്പ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന ഓരോ നീക്കത്തിനും UDF ആണ്, പ്രതിപക്ഷമായ UDF ആണ് എതിർത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇനി എതിർക്കാൻ പോകുന്നത്, ഈ UDF സർക്കാരിനെ എതിർക്കാൻ പോകുന്നത് BJP ആണ്. ഇപ്പോൾ പ്രധാന പ്രതിപക്ഷമായി അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ തളർത്തണമെങ്കിൽ UDF സർക്കാരിന്റെ പ്രധാന എതിരാളി LDF അല്ല BJP ആയിരിക്കും, NDA അല്ല BJP ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ വരുന്ന ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ 11 ദിവസം വേണ്ടി വന്നു. ഇനി മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ മുസ്ലിം ലീഗ് ചോദിക്കും, ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും. ഇപ്പോഴത്തെ ഈ കോലാഹലം കെട്ടടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. VD സതീശൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ്, ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് VD സതീശന് വേണ്ടി ഇത്രയും ഇവർ നിലനിന്ന തരത്തിലുള്ള വാദങ്ങളും ശക്തമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. വെള്ളിയാഴ്ച, നാളെ വെള്ളി ലീഗിനെ സംബന്ധിച്ച് നിർണായകമായ ദിനമാണ്. നാളെ ശനി, മറ്റന്നാൾ ഞായർ. ഈ ശനി ഞായറുമായിട്ട് ലീഗ് തങ്ങളുടെ ആവശ്യങ്ങളുടെ കെട്ടഴിച്ചങ്ങ് വിടും. അതെ, തീർച്ചയായും. ഇന്നത്തെ തീരുമാനം നിന്നും ഏതെങ്കിലും ഒരു അപ്രധാനിയായ ലീഗ് നേതാവ് ഒരു സെറ്റിംഗ് ചൊറിഞ്ഞു തുടങ്ങും. ഞങ്ങൾക്കത് വേണം, അത് ആവശ്യപ്പെടണം, ലീഗിനത് വേണം. PK ഫിറോസ് അടക്കമുള്ളവർ ചോദിക്കും. അവർ യൂത്ത് ലീഗ് അടക്കമുള്ളവർ ഇതിനെ ഈ കുടം തുറന്ന് ഭൂതത്തെ പുറത്തുവിടും. പിന്നീട് അതാകും സതീശൻ എന്ന മുഖ്യമന്ത്രി പദം ചർച്ച കഴിഞ്ഞു. ഇനി സത്യപ്രതിജ്ഞയാണ്. അതിനിടയിലെ ചർച്ച മൊത്തം ഇനി ലീഗിനെ ചുറ്റിപ്പറ്റിയാകും. അപ്പോൾ ഇത് കഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ PG ജോസഫിന്റെ കേരള കോൺഗ്രസ് ആണ്. കാരണം 2 സീറ്റ് ഓൾറെഡി ചോദിച്ചു. പക്ഷെ അതൊക്കെ മറഞ്ഞു പോകും. ഈ ലീഗിന്റെ ഈ നിലവിളിയിൽ ഇതൊന്നും ഈ രോദനം ആരും കേൾക്കില്ല. ഇനി അങ്ങോട്ടുള്ള 5 കൊല്ലം നടക്കാൻ പോകുന്നത് അത് തന്നെ. തീർച്ചയായിട്ടും. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കേരളത്തിലെ മറ്റു വിഭാഗങ്ങളെ ഒരുപക്ഷെ എന്ത് കാര്യത്തിലാണ് ഓരോരുത്തർക്കും, അതായത് പാണക്കാട് തങ്ങൾക്ക് അഭിപ്രായം പറയുന്നത് പോലെ തന്നെ അഭിപ്രായം പറയാൻ അവകാശമുള്ളവരാണ് കേരളത്തിലെ NSSഉം SNDPയും KPMSഉം പോലുള്ള എല്ലാ സംഘടനകളും. അവർ പറഞ്ഞ അഭിപ്രായത്തിന്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ, അവരെ ഇല്ലാതാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ മോശപ്പെടുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോലുള്ളവർ ഇവിടെ ഭൂരിപക്ഷമായാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന BJP പറയുന്നത് 100% ശരിയാണെന്ന് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ശരിയാണ്. പേടിയോടുകൂടി മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇങ്ങനെ തീർച്ചയായും അതെ. അവലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളൂ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുമ്പോൾ ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള ഈ SDP പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം പല രീതിയിലും ഇവർക്ക് പല സ്ഥലങ്ങളിലും കടന്നു കയറാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ കയറിയ സാഹചര്യങ്ങളാണ് ഇത്രയും വലിയ രീതിയിലേക്ക് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കൊണ്ടുവന്നെത്തിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും VD സതീശന്റെ 5 വർഷത്തെ ഭരണകാലം ഇങ്ങനെ മുസ്ലിം പ്രീണനവുമായി VD സതീശൻ മുന്നോട്ട് പോയാൽ BJPക്ക് ഏറ്റവും വലിയ സാധ്യതയുണ്ട്
അത് അറിഞ്ഞ് കളത്തിലിറങ്ങി കളിക്കാൻ പറ്റിയ ബുദ്ധിയുള്ള നേതാക്കന്മാരെ കൂടി കണ്ടെത്തുക വേണം BJP എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോഴത്തുള്ള നേതൃത്വത്തെ വെച്ചുകൊണ്ട് ഒരുപക്ഷെ മുന്നോട്ട് പോയാൽ അത് എത്രത്തോളം ഫലവത്താകും എന്നറിയില്ല. രാഷ്ട്രീയം പറയില്ല, വികസനം മാത്രമേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പറയാനുള്ളത് ഈ കഴിഞ്ഞ LDF സർക്കാരിൽ CPM മാത്രമായിരുന്നു, പിണറായി വിജയനും ഗവൺമെന്റിനെയും അടക്കം അവരെ മാത്രമായിരുന്നു BJPക്ക് എതിർക്കാനുണ്ടായത്. BJPയുടെ മുന്നിൽ ആ CPM എന്ന പാർട്ടി മാത്രമേ ശത്രുവായിട്ട്, കോൺഗ്രസ് സെക്കൻഡറി ആവുന്നുള്ളൂ. എന്നാൽ നോക്കൂ, ഈ UDF സർക്കാരിൽ കോൺഗ്രസ് ഉണ്ട്, അതിനേക്കാൾ ലീഗുണ്ട്, കേരള കോൺഗ്രസ്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളി ആ വിഭാഗമുണ്ട്. അങ്ങനെ ഇവരെല്ലാവരെയും ഒരേപോലെ എതിർക്കേണ്ട അവസ്ഥയാണ്. ഏറ്റവും സത്യത്തിൽ യഥാർത്ഥ പ്രതിപക്ഷമായി നിൽക്കേണ്ടത് 3 പേരുള്ളെങ്കിലും BJP ആണ്. യഥാർത്ഥത്തിൽ ആ 3 പേരും അതിന് പ്രാപ്തരാണ് എന്നുള്ളതാണ്. 2 പേരും നേരത്തെ തന്നെ പ്രവൃത്തി പരിചയമുള്ളവരാണ്. ഇപ്പോൾ വി മുരളീധരനാണെങ്കിലും രാജീവ് ചന്ദ്രശേഖരനാണെങ്കിലും പാർലമെന്റിൽ നല്ല പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരാണ്. ഗോപകുമാർ മാത്രമാണ്. എന്നാലും അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അധ്യാപകൻ കൂടിയാണ്. അതുകൊണ്ട് പോയ 3 പേരും വളരെ മോശക്കാരൊന്നും അല്ല, നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കഴിവുറ്റ, വളരെ പ്രഗത്ഭരായ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വരുന്ന 5 വർഷം BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. ആ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഗ്രൂപ്പ് കൂടി BJPയിൽ ഫോം ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും അത് മുന്നോട്ട് പോകുമ്പോൾ BJPക്ക് VD സതീശൻ ഗുണകരമാകുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.